നമസ്കാരം. നമ്മളെല്ലാവരും ദിവസവും ചെയ്യുന്ന ഒന്നാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത്, അല്ലേ? ആ, തീർച്ചയായും. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നത് പോലെ ഒരവസ്ഥ. ഉം, ജോർജ് പോളിയെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രശ്നപരിഹാരമെന്നത് ബുദ്ധിയുടെ ഒരു സവിശേഷമായ നേട്ടമാണ്, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നൊക്കെ. ശരിയാണ്. അപ്പോ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ആ പഠന സഹായിയെ അടിസ്ഥാനമാക്കി ഈ പ്രശ്നപരിഹാരം, അതായത് പ്രോബ്ലം സോൾവിംഗ്, അതിൻ്റെ ഒരു സ്വഭാവം, പിന്നെ നമ്മൾ നേരിടുന്ന പലതരം പ്രശ്നങ്ങൾ, ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആഴത്തിൽ സംസാരിക്കാം. ഓക്കെ. തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ പസിൽ, ന്യൂ ഡോർ എന്ന വാക്കിലെ അക്ഷരങ്ങൾ, അതൊന്ന് മാറ്റിയിട്ട് ഒരൊറ്റ വാക്കുണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൊള്ളാം. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയാതെ തന്നെ ഒരു ദിവസം എത്രയെത്ര പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത്. അതെ അതെ. ചിലപ്പോ ഒരു ചായ ഉണ്ടാക്കുന്ന അത്ര സിമ്പിളാകാം, അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നത് പോലെ കുറച്ചുകൂടി സങ്കീർണമാകാം. ശരിയാണ്. അപ്പോ ഈ ചർച്ചയിൽ നിങ്ങളുടെ ഈ കുറിപ്പുകളിലുള്ളതുപോലെ എന്താണ് ഈ പ്രശ്നങ്ങൾ, അതിന്റെ പല തരം, അതൊക്കെ നമുക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെ. എല്ലാ പ്രശ്നങ്ങളും ഒരുപോലെയല്ലല്ലോ. നിങ്ങളുടെ നോട്ടിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രശ്നങ്ങളെ നമുക്ക് അവയുടെ വ്യക്തതയനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാമെന്നത്. ഒന്ന്, വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ടവ. പിന്നെ മറ്റേത് ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, അത്ര വ്യക്തമല്ലാത്തവ. അതെ. എന്താണിവ തമ്മിലുള്ളൊരു അടിസ്ഥാന വ്യത്യാസം? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർതിരിവ് തന്നെയാണ്. ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കണക്ക് ചോദ്യം അല്ലെങ്കിൽ ഒരു ജിക്സോ പസിൽ. ഓക്കെ. അതിലെന്താണ് പ്രശ്നം, എന്താണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ കൃത്യമായിരിക്കും. ശരി. ഉത്തരത്തിലേക്കെത്താൻ ഒരു വ്യക്തമായ വഴിയുണ്ടാകും. കിട്ടുന്ന ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എളുപ്പത്തിൽ പരിശോധിക്കാനും പറ്റും. എന്നാൽ ഈ ഇൽ ഡിഫൈൻഡ് പ്രോബ്ലംസ് അങ്ങനെയല്ല, അല്ലേ? നിങ്ങളുടെ കുറിപ്പിൽ ഒരു ഉദാഹരണം കണ്ടു, ലോകസമാധാനം എങ്ങനെ കൊണ്ടുവരാം. അത് തന്നെ. അത് ലക്ഷ്യം പോലും ചിലപ്പോൾ വ്യക്തമായിരിക്കില്ല. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊന്നൊരു പിടിയും ഉണ്ടാവില്ല. കൃത്യമാണ്. അവിടെ പ്രശ്നം എന്താണെന്ന് മാത്രമല്ല, ചിലപ്പോൾ പരിഹാരത്തിന് എന്തു വിവരമാണ് വേണ്ടത്, എന്തിന്, നമ്മുടെ അന്തിമ ലക്ഷ്യം എന്തായിരിക്കണം എന്നതുപോലും ചിലപ്പോൾ അവ്യക്തമായിരിക്കും. ശരി ശരി. ഇനി ഈ വ്യക്തമായ പ്രശ്നങ്ങളുണ്ടല്ലോ, വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസ്, അവ പരിഹരിക്കാൻ ആവശ്യമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രീനോ 1978 അവയൊരു 3 തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൊള്ളാം. അപ്പോൾ ഈ വെൽ ഡിഫൈൻഡ് പ്രശ്നങ്ങൾക്കുള്ളിലും വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് 3 തരം? അതിലെ ആദ്യത്തേതാണ് അറേഞ്ച്മെന്റ് പ്രോബ്ലംസ്, ക്രമീകരണ പ്രശ്നങ്ങളെന്ന് പറയാം. അറേഞ്ച്മെന്റ് പ്രോബ്ലംസ്. അതെ. ഇവിടെ നമുക്ക് കുറെ ഘടകങ്ങൾ തന്നിട്ടുണ്ടാകും, ഈ എലമെന്റ്സ്. അവയെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പുനഃക്രമീകരിക്കണം, റീഅറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കണം, റീകമ്പൈൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് ഒരു നിശ്ചിത മാനദണ്ഡം തൃപ്തിപ്പെടുത്തണം. ഓക്കെ. നേരത്തെ ചോദിച്ച ആ ന്യൂ ഡോർ എന്ന അനാഗ്രാമില്ലേ, അതൊരു ഉദാഹരണമാണ്. ആ അക്ഷരങ്ങൾ ശരിയായി ക്രമീകരിച്ചാൽ വൺ വേർഡ് എന്നർത്ഥമുള്ള വാക്ക് കിട്ടും. ശരിയാണ്. ഒരുപാട് സാധ്യതകളുണ്ടാകാം, പക്ഷെ 1-2 ഉത്തരങ്ങളെ ശരിയായി കാണൂ. ജിക്സോ പസിലുകളും ഇതിൽപ്പെടും. ഓക്കെ. ചിലപ്പോൾ നമ്മൾ തെറ്റായ രീതിയിൽ ക്രമീകരിച്ച് അവിടെ തന്നെ സ്റ്റക്കായി പോകാറുണ്ട്. അപ്പോൾ അടുത്ത തരം എന്താണ്? പ്രോബ്ലംസ് ഓഫ് ഇൻഡ്യൂസിംഗ് സ്ട്രക്ചർ, അതായത് ഘടന കണ്ടെത്തൽ പ്രശ്നങ്ങൾ. ഇതിലെന്താണ് പ്രധാന വെല്ലുവിളി? ഇവിടെ തന്നിട്ടുള്ള പല ഭാഗങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ് തമ്മിലുള്ള ഒരു ബന്ധം, റിലേഷൻഷിപ്പ്, അതാദ്യം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ഘടനയോ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു നിയമമോ നമ്മൾ രൂപീകരിക്കണം. ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ 1, 2, 4, 7, 11 ഇങ്ങനെ ഒരു സംഖ്യാശ്രേണി തന്നിട്ട് അടുത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ മനസ്സിലായി. ഇവിടെ ഈ സംഖ്യകൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. ആ ബന്ധം, ആ ഘടന നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടെത്തിയാലേ അടുത്ത സംഖ്യ ഏതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റൂ. ഇത് വെറുതെ ക്രമീകരിക്കുന്ന പോലെയല്ല, ഒരു പാറ്റേൺ തിരിച്ചറിയലാണിവിടെ പ്രധാനം. ശരിയാണ്. അവിടെ ഘടന മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ 3ാമത്തെ തരം ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലംസ്, മാറ്റം വരുത്തൽ പ്രശ്നങ്ങൾ. ഇത് കേട്ടിട്ടൊരു യാത്ര പോലെ തോന്നുന്നു. അതെ, ഒരു തരത്തിൽ അങ്ങനെ തന്നെ പറയാം. ഇവിടെ വളരെ വ്യക്തമായ ഒരു തുടക്ക അവസ്ഥയുണ്ടാകും, ഇനീഷ്യൽ സ്റ്റേറ്റ്. അതുപോലെ വ്യക്തമായൊരു ലക്ഷ്യസ്ഥാനവും ഉണ്ടാകും, ഗോൾ സ്റ്റേറ്റ്. ചില നിയമങ്ങൾ, റൂൾസ് പാലിച്ചുകൊണ്ട്
ഘട്ടം ഘട്ടമായി നമ്മൾ ഈ തുടക്കത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്കെത്തണം. ടവർ ഓഫ് ഹനോയ് ഒരു ഉദാഹരണമാണോ? വളരെ നല്ല ഉദാഹരണമാണ് ടവർ ഓഫ് ഹാനോയ്. ആ ഡിസ്കുകൾ നിയമം തെറ്റിക്കാതെ ഒരു ടവറിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റണം. ഓരോ നീക്കവും ഓരോ സ്റ്റെപ്പും നമ്മളെ ലക്ഷ്യത്തോട് അടുപ്പിക്കണം. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോബ്ലംസ് പരിഹരിക്കാൻ ഗ്രീനോ ഒരു പ്രത്യേക തന്ത്രം പറയുന്നുണ്ടല്ലോ, മീൻസ് ആൻഡ് അനാലിസിസ്. എന്താണത്? കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ. മീൻസ് എൻഡ് അനാലിസിസ്. അതായത് നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഇപ്പം നിൽക്കുന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൊണ്ടുവരാനുള്ള ഒരു രീതിയാണത്. ഓക്കെ. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതായത് കറന്റ് സ്റ്റേറ്റ്, എവിടെയാണ് എത്തേണ്ടത്, ഗോൾ സ്റ്റേറ്റ്, ഇത് രണ്ടും നോക്കുക. ശരി. ഇവ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക. എന്നിട്ട് ആ വ്യത്യാസം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നീക്കം, ഒരു മീൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ, അത് തിരഞ്ഞെടുക്കുക. ഓക്കെ. ആ നീക്കം നടത്തി കഴിയുമ്പോൾ നമ്മൾ ലക്ഷ്യത്തോട് കുറച്ചുകൂടി അടുത്തോ എന്ന് നോക്കുക. വീണ്ടും ലക്ഷ്യവും ഇപ്പോഴത്തെ പുതിയ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ശരി ശരി. ഇങ്ങനെ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഈ മീൻസ് ആൻഡ് അനാലിസിസ്. കൊള്ളാം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പ്രശ്നങ്ങളെ അവയുടെ വ്യക്തത അനുസരിച്ച് വെൽ ഡിഫൈൻഡ് എന്നും ഇൽ ഡിഫൈൻഡ് എന്നും തിരിക്കാം. അതെ. ഈ വെൽ ഡിഫൈൻഡ് പ്രശ്നങ്ങളെ വീണ്ടും അറേഞ്ച്മെന്റ്, ഇൻഡ്യൂസിംഗ് സ്ട്രക്ചർ, ട്രാൻസ്ഫോർമേഷൻ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാമെന്നും നമ്മൾ കണ്ടു. ഓരോന്നിനും അതിൻ്റേതായ രീതികളും വെല്ലുവിളികളും ആവശ്യമായ കഴിവുകളുമുണ്ട്. ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് പ്രശ്നപരിഹാരത്തെക്കുറിച്ചാണ്, അതായത് പ്രോബ്ലം സോൾവിംഗ്. എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര കഠിനമായിട്ട് തോന്നുന്നത്? പിന്നെ മനഃശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഇതിനെ പഠിക്കുന്നത്? ശരിയാണ്. ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എന്താണൊരു പ്രശ്നത്തെ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, നമ്മൾ അതിനെ എങ്ങനെയാണ് സാധാരണ നേരിടുന്നത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഓക്കെ? ഓക്കെ. അപ്പം ആദ്യത്തെ കാര്യം, എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾ ഇത്ര ബുദ്ധിമുട്ടായി മാറുന്നത്? അതിന് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ടെന്ന് ഈ പഠനങ്ങൾ പറയുന്നുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായും. ഒരു പ്രശ്നം കഠിനമാകുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. പ്രധാനമായിട്ട് ഒരു 4 കാര്യങ്ങൾ പറയാറുണ്ട്. ഓക്കെ. ഒന്നാമത്തേത് ഇൻട്രാൻസ്പെറൻസി. ഇൻട്രാൻസ്പെറൻസി. അതായത് അവ്യക്തത. പ്രശ്നമെന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെ തുടങ്ങേണ്ടതെന്നോ ഒരു പിടിയും കിട്ടില്ല. ലക്ഷ്യം പോലും ക്ലിയർ ആവില്ല ചിലപ്പോൾ. ശരി ശരി. ഒരു മൂടൽമഞ്ഞ് പോലെ. അതെ, അതുതന്നെ. പിന്നെ രണ്ടാമത്തത് പോളിറ്റലി. പൊളിയിറ്റലി. ബഹുലക്ഷ്യങ്ങൾ. അതായത് ഒരു പ്രശ്നത്തിന് തന്നെ ഒന്നിലധികം ലക്ഷ്യങ്ങൾ കാണും. ഓഹോ. അപ്പോ ഏതാണ് കൂടുതൽ പ്രാധാന്യം, ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോ ഈ ലക്ഷ്യങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടാവില്ല. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു ജോലി മാറുന്ന കാര്യം തന്നെ എടുക്കാം. നല്ല ശമ്പളം വേണോ, അതോ ജോലിയിൽ സംതൃപ്തി വേണോ, അല്ലെങ്കിൽ വീടിനടുത്തുള്ള ജോലിയാണോ നല്ലത്? ഇതിലേതിന് പ്രാധാന്യം കൊടുക്കും? അതൊരു കൺഫ്യൂഷനല്ലേ? ശരിയാണ്. അത് പ്രശ്നത്തെ കൂടുതൽ കോംപ്ലക്സ് ആക്കുമല്ലോ. തീർച്ചയായും. അതാണ് അടുത്ത പോയിന്റ്, കോംപ്ലക്സിറ്റി. സങ്കീർണത. അതെ, സങ്കീർണത. ഒരുപാട് ഘടകങ്ങൾ, അവ തമ്മിലുള്ള കണക്ഷൻസ്, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. ഇതെല്ലാം കൂടെ വരുമ്പോൾ പ്രശ്നം വളരെ സങ്കീർണമാകും. ശരി. പിന്നെ അവസാനമായിട്ട് ഡൈനാമിക്സ്, പിന്നെ ട്രാൻസിയൻസ്. ഡൈനാമിക്സും ട്രാൻസിയൻസും. അതായത് പ്രശ്നം ഒരേപോലെ നിൽക്കില്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ സമയം ഒരു പ്രധാന ഘടകമാകും. ചിലപ്പോൾ പരിഹാരം കണ്ടെത്താൻ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവാം. ടെമ്പറൽ കൺസ്ട്രെയിൻസ് എന്നൊക്കെ പറയും. ഓക്കേ. അപ്പോൾ ഈ പറഞ്ഞ അവ്യക്തത, പല ലക്ഷ്യങ്ങൾ, സങ്കീർണത, പിന്നെ ഈ മാറ്റങ്ങൾ, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ഒരു പ്രശ്നം ശരിക്കും കടുപ്പമാകുന്നത്, അല്ലേ? അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മനുഷ്യർ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഇത് മനഃശാസ്ത്രജ്ഞർ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. എങ്ങനെയായിരുന്നു ആ പഠനങ്ങൾ? ശരിയാണ്. ഒരു 100 വർഷത്തോളമായി സൈക്കോളജിസ്റ്റുകൾ ഇത് പഠിക്കുന്നുണ്ട്. ആദ്യകാലത്തൊക്കെ ജർമ്മനിയിലെ ഗെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ. ഗെസ്റ്റാൾട്ട്. അവർ വളരെ ലളിതമായ പരീക്ഷണങ്ങളിലൂടെയാണ് ഇത് പഠിച്ചത്. ലാബിൽ ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങൾ. ഓക്കെ. ഉദാഹരണത്തിന് ഈ ടവർ ഓഫ് ഹനോയ് പോലത്തെ പസിലുകൾ. അതിനൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ട്. ഒരൊറ്റ ശരിയുത്തരമേ കാണൂ. പരിഹരിക്കാൻ എളുപ്പമാണ് താരതമ്യേന. അതെ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അങ്ങനെയല്ലല്ലോ, അല്ലേ? ഒരിക്കലുമല്ല.
ഈ ലാബ് പരീക്ഷണങ്ങൾക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ആ ഒരു കോംപ്ലക്സിറ്റിയോ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഇമോഷണൽ ഫീലിംഗ്സോ ആ വൈകാരിക തലം അതൊന്നും പിടിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. ശരിയാണ്. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അതെ, അവ പലപ്പോഴും വ്യക്തതയില്ലാത്തതും വികാരങ്ങൾ നിറഞ്ഞതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ആവാം. ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ എന്താണ് പറയുന്നത്? അതിലൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രോബ്ലം സോൾവിങ്ങിന് പ്രധാനമായിട്ടും 2 ഘടകങ്ങൾ അല്ലെങ്കിൽ 2 പ്രോസസ്സുകളുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 2 എണ്ണം. ഒന്ന് പ്രോബ്ലം ഓറിയന്റേഷൻ. പ്രോബ്ലം ഓറിയന്റേഷൻ അത് നമ്മൾ പ്രശ്നങ്ങളെ പൊതുവെ എങ്ങനെ കാണുന്നു, നമ്മുടെ മനോഭാവം, വിശ്വാസങ്ങൾ, അതിനോടുള്ള ഒരു സമീപനം. അതെ, ഒരു പ്രശ്നത്തെ നമ്മളൊരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നത്, അതോ പേടിക്കേണ്ട ഒന്നായിട്ടാണോ? അതൊക്കെ ഈ ഓറിയന്റേഷനിൽ വരും. മനസ്സിലായി. നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അതെ, ആറ്റിറ്റ്യൂഡ്. പിന്നെ രണ്ടാമത്തേതാണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, കഴിവുകൾ. അതെ, ഇത് ശരിക്കും പ്രശ്നം പരിഹരിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെപ്പുകളാണ്, ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എങ്ങനെയുള്ള സ്റ്റെപ്പുകൾ? അതായത് പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക, പല പല പരിഹാരങ്ങൾ ആലോചിക്കുക, അതിൽ നിന്ന് നല്ലൊരെണ്ണം തിരഞ്ഞെടുത്ത് നടപ്പിലാക്കുക, എന്നിട്ട് അതിന്റെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊരു സ്കില്ലാണ്. ഓക്കെ, അപ്പോ നമ്മൾ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നതും ഓറിയന്റേഷൻ, അത് പരിഹരിക്കാൻ എന്ത് ചെയ്യുന്നു എന്നതും സ്കിൽസ്, രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അതെ, വളരെ പ്രധാനം. ഇത് വെറുമൊരു കാര്യമല്ല, പലതരം ചിന്താശേഷികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഉയർന്ന തലത്തിലുള്ള പ്രക്രിയയാണ്. ഒരു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയാമല്ലേ? തീർച്ചയായും വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, കഠിനമായ പ്രശ്നങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അവ്യക്തത, സങ്കീർണത, പല ലക്ഷ്യങ്ങൾ, മാറ്റങ്ങൾ, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെയുണ്ട്. അതായത് ഓറിയന്റേഷനും നമ്മുടെ കഴിവുകളും, അതായത് സ്കിൽസും ഒരുപോലെ പ്രധാനമാണെന്ന തിരിച്ചറിവിൽ എത്തി നിൽക്കുന്നു. ശരിയാണ്. ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ലാബിലെ പരീക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ ഉപകാരപ്രദമാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിലെ സങ്കീർണവും വൈകാരികമായി നമ്മളെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങളെ നേരിടാൻ അതുമാത്രം മതിയോ? ഇതൊരു ചോദ്യമാണ്. ശരിയാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുന്നവർ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലം ഓറിയന്റേഷൻ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? അതോ നിങ്ങളുടെ വഴികൾ ചിലപ്പോൾ ഇതൊന്നുമല്ലായിരിക്കുമോ? അതെ, അതോ നിങ്ങളുടെ രീതികൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണോ? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിന്താരീതികളെക്കുറിച്ചുമാണ്. ഈ ദ സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് തിങ്കിങ് ഇൻവോൾവ് എന്ന വിഷയത്തിൽ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ വെച്ച് ഒന്ന് ആഴത്തിൽ നോക്കാം, അല്ലേ? അതെ, പ്രധാനമായിട്ടും ഒരു പ്രശ്നം കിട്ടിയാൽ നമ്മളത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ ചിന്തകൾ എങ്ങനെയാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ സെക്ഷൻ 1.4.1. ഈ പ്രശ്നപരിഹാരത്തിന് ഒരു 4 പ്രധാന ഘടകങ്ങൾ, മോളാർ കമ്പോണൻസ് എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? 4 എണ്ണം. അതിലൊന്നാമത്തേത് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്, അതായത് പ്രാരംഭാവസ്ഥ. പ്രശ്നം തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സിറ്റുവേഷൻ, നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു, അതാണ്. ഓക്കെ, തുടക്കം. പിന്നെ രണ്ടാമത്തേത് ദി ഓപ്പറേറ്റേഴ്സ്. ഒരു അവസ്ഥയിൽ നിന്ന് അടുത്തതിലേക്ക് പോകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതാണ് ഓപ്പറേറ്റേഴ്സ്. വഴികൾ അല്ലെങ്കിൽ എന്താ പറയുക, പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാം. അതായത് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലെ ടൂൾസ്, അങ്ങനെയാണോ? ഒരു തരത്തിൽ അതെ, ടൂൾസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്. മൂന്നാമത്തത് ഇന്റർമീഡിയറ്റ് പ്രോബ്ലം സ്റ്റേറ്റ്സ്, ഇടയ്ക്കുള്ള അവസ്ഥകൾ. നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് പല സ്റ്റേജസ് ഉണ്ടാകുമല്ലോ, അതാണ്. ശരി ശരി. അവസാനം 4ാമത്തത് ദ ഗോൾ സ്റ്റേറ്റ്, ലക്ഷ്യാവസ്ഥ. അതായത് പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഈ ഇനിഷ്യൽ സ്റ്റേറ്റ്, ഓപ്പറേറ്റേഴ്സ്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്, പിന്നെ ഗോൾ സ്റ്റേറ്റ്, ഇവയെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ, ഒരു മെന്റൽ മോഡൽ, അതാണോ ഈ പ്രോബ്ലം സ്പേസ് എന്ന് പറയുന്നത്? അത് തന്നെ, അതാണ് പ്രോബ്ലം സ്പേസ്. ഓരോ ആളുടെയും പ്രോബ്ലം സ്പേസ് വ്യത്യസ്തമായിരിക്കും. അതാണ് അതിലെ ഒരു പ്രധാന കാര്യം. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരു പ്രശ്നത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ പഴയ അറിവ്, അനുഭവം, അതൊക്കെ വെച്ചിട്ടാണ് ഈ സ്പേസ് ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രശ്നത്തെ മനസ്സിലാക്കുന്ന രീതി, ആ ഇനീഷ്യൽ സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ, അത് പരിഹാരം എളുപ്പമാക്കും. ഓക്കെ,
മറ്റു ചിലപ്പോൾ അത് ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പോൾ ഈ ഘടന മനസ്സിലായി. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ഈ പ്രശ്നപരിഹാരത്തിന് എന്തുതരം ചിന്തയാണ് വേണ്ടത്? സെക്ഷൻ 1.5-ല് വേർത്തൈമീറിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 1959-ല്. വേർത്തൈമിയ അദ്ദേഹം പറയുന്നത് നല്ല രീതിയിൽ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ വേണമെന്നാണ്. ഒന്ന്, പ്രൊഡക്റ്റീവ് തിങ്കിങ്, ഉൽപാദനപരമായ ചിന്ത. അതെന്താണ്? അതായത് പ്രശ്നത്തിന്റെ ഒരു പൊതുവായ തത്വം, അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ചിന്തിക്കുക, വെറുതെ കാണാപ്പാഠം പഠിച്ച രീതിയിൽ ചെയ്യാതെ. ഓക്കെ. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കുറച്ചുകൂടി പുറത്തേക്ക് കടന്ന് പുതിയ വഴികൾ ആലോചിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ്. ഇതിൽ തന്നെ 2 പ്രധാനപ്പെട്ട ചിന്താരീതികളെക്കുറിച്ച് പറയുന്നുണ്ട്, അനലിറ്റിക്കൽ തിങ്കിങ്ങും സിന്തറ്റിക് തിങ്കിങ്ങും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നല്ല വ്യത്യാസമുണ്ട്. അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വിശകലന ചിന്ത എന്ന് പറയുമ്പോൾ ഉത്തരം നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളിൽ, ആ പ്രമിസിൽ തന്നെ ഉണ്ടാവും. ഓക്കെ. നമ്മളത് ലോജിക്കലായിട്ടൊന്ന് അനലൈസ് ചെയ്ത് എടുത്താൽ മതി. ഉദാഹരണത്തിന്, വീട്ടിൽ എത്ര വാതിലുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണി നോക്കി പറയുന്നു, ഉത്തരം അവിടെ തന്നെയുണ്ട്. സിമ്പിൾ. അപ്പോ സിന്തറ്റിക് തിങ്കിങ്ങോ? സംശ്ലേഷണ ചിന്ത. സിന്തറ്റിക് തിങ്കിങ് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇവിടെ ഉത്തരം നേരിട്ട് പ്രമിസിൽ ഉണ്ടാവില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് അതിനെ സിന്തസൈസ് ചെയ്യും. അതായത് കൂട്ടിച്ചേർത്ത് ഒരു പുതിയ മെന്റൽ മോഡൽ ഉണ്ടാക്കും. ഒരു പുതിയ കണക്ഷൻ ഉണ്ടാക്കുകയാണോ? അതെ. എന്നിട്ട് ആ മോഡലിൽ നിന്ന് പുതിയ ബന്ധങ്ങൾ, പുതിയ സാധ്യതകൾ കണ്ടെത്തുകയാണ്. നേരത്തെ ആ ഘടകങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ? 2, 4ന്റെ ഘടകം, 4, 8ന്റെ ഘടകം. അപ്പോ 2, 8ന്റെ ഘടകമാണ് എന്നൊരു റൂൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇത് സിന്തറ്റിക് തിങ്കിങ് ആണ്. ഓ, അപ്പൊ ഇവിടെയാണ് ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ പുതിയൊരു കണ്ടെത്തലുണ്ടാകുന്നതല്ലേ? അതെ, പുതിയ അറിവ് നിർമ്മിക്കുകയാണിവിടെ. നിലവിലുള്ള കഷ്ണങ്ങൾ വെച്ച് പുതിയൊരു ചിത്രമുണ്ടാക്കുന്നത് പോലെ. ഈ ന്യൂവലിന്റെ മെന്റൽ മോഡൽ എന്ന ആശയവും ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ന്യൂവലൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും ഇങ്ങനൊരു മെന്റൽ മോഡൽ മനസ്സിലുണ്ടാക്കിയിട്ട് അതിനിങ്ങനെ നിരീക്ഷിച്ചാണ് ഉത്തരം കണ്ടെത്തുന്നത് എന്നാണ്. ഓക്കെ. അദ്ദേഹം ഈ മൈൻഡ്സ് ഐ അഥവാ മനസ്സിന്റെ കണ്ണ് എന്നൊരു ആശയം ഉപയോഗിക്കുന്നുണ്ട്. ഈ മോഡലിനെ മനസ്സുകൊണ്ട് കാണുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്ന്. മൈൻഡ്സ് ഐ, അതൊരു രസമുള്ള പ്രയോഗമാണല്ലോ. അതേസമയം കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഈ മൈൻഡ്സ് ഐ അഥവാ ഹോമൻക്യുലസ് എന്ന ആശയം, അതായത് തലച്ചോറിനുള്ളിൽ വേറൊരു ചെറിയ ആളിരുന്ന് കാര്യങ്ങൾ കാണുന്നു എന്നുള്ള ആശയം കുറച്ച് വിവാദപരമാണ്. അതെന്താ അങ്ങനെ? കാരണം അത് ശരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. പകരം ഉത്തരവാദിത്തം നമ്മൾ കാണാത്ത വേറൊരാൾക്ക് കൊടുക്കുകയാണ്. ഇതിനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും ബുദ്ധിമുട്ടാണ്. ഒരുതരം അനന്തമായ ചോദ്യത്തിലേക്ക് പോകും. ആരാണ് ആ ഹോമുൻക്യുലസിനെ നിയന്ത്രിക്കുന്നത്? അങ്ങനെ. ശരിയാണ്, അതൊരു പ്രശ്നം തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ആ ഘട്ടങ്ങൾ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഓപ്പറേറ്റേഴ്സ്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ്സ്, ഗോൾ സ്റ്റേറ്റ്, ഇതൊക്കെ തിരിച്ചറിയുന്നത് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും. അതുപോലെ എപ്പോഴാണ് അനലിറ്റിക്കൽ തിങ്കിങ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് സിന്തറ്റിക് തിങ്കിങ്ങിലേക്ക് പോകേണ്ടത് എന്നതും പ്രധാനമാണ്. വളരെ ശരിയാണ്. ഓരോരുത്തരുടെയും ആ പ്രോബ്ലം സ്പേസ് വ്യത്യസ്തമായിരിക്കും എന്നതും ഓർക്കണം. നമ്മൾ എങ്ങനെ പ്രശ്നത്തെ സമീപിക്കുന്നോ എന്നതിനനുസരിച്ച് അത് മാറും. അതെ, പ്രത്യേകിച്ചും ഈ സിന്തറ്റിക് തിങ്കിങ്, നേരിട്ട് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ പുതിയ വഴികൾ കണ്ടെത്താൻ അത് അത്യാവശ്യമാണ്. അതെ, ക്രിയേറ്റീവായ പരിഹാരങ്ങൾക്കൊക്കെ പലപ്പോഴും സിന്തറ്റിക് തിങ്കിങ് ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ ഇനി നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെയും ചിന്താരീതികളിലൂടെയും ഒന്ന് നോക്കാൻ ശ്രമിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്വന്തം പ്രോബ്ലം സ്പേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ശരിയാണ്. എന്നാൽ ഒരവസാന ചിന്ത, ഈ ഘടനകളും ചിന്താരീതികളുമൊക്കെ നമുക്ക് വഴികാട്ടിയാണെങ്കിലും ചിലപ്പോൾ യഥാർത്ഥ ഇൻസൈറ്റ് വരുന്നത് ഇതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണോ? നമ്മുടെ ആ പ്രോബ്ലം സ്പേസ് തന്നെ ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന പോലെ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടാവോ? എന്താ തോന്നുന്നത്? ഇതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമല്ലേ? തീർച്ചയായും. ചിലപ്പോ ഇങ്ങനെ പടിപടിയായി ആലോചിച്ച് നമ്മൾ ഉത്തരത്തിലെത്തും. മറ്റു ചിലപ്പോഴോ പെട്ടെന്നൊരു മിന്നായം പോലെ ഒരു ബൾബ് കത്തും. അതെ അതെ. ഇന്ന് നമ്മൾ ആ ബൾബ് കത്തുന്ന നിമിഷങ്ങളെക്കുറിച്ചാണ്
അതായത് അന്തർദൃഷ്ടി അഥവാ ഇൻസൈറ്റ് ഉപയോഗിച്ചുള്ള പ്രശ്നപരിഹാരത്തെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് അന്തർദൃഷ്ടിയും പ്രശ്നപരിഹാരവും എന്നൊരു പഠനമാണ്. അപ്പോ നമ്മുടെയൊക്കെ ചിന്താരീതികളെക്കുറിച്ച് പുതിയ ചില കാര്യങ്ങൾ അറിയാൻ തയ്യാറായിക്കോളൂ. ശരിയാണ്. ഈ പഠനം പ്രധാനമായിട്ടും 2 വഴികളെക്കുറിച്ചാണ് പറയുന്നത്. പ്രശ്നപരിഹാരത്തിന് 2 രീതികൾ. ഓക്കെ. ഒന്ന്, ഈ പറഞ്ഞ പോലെ ആ ആഹാ നിമിഷം, ഒരു ഇൻസൈറ്റ്ഫുൾ സൊല്യൂഷൻ. 2, അങ്ങനെയല്ലാതെ കുറച്ചുകൂടി ക്രമമായി ഓരോ ചുവടും മുന്നോട്ട് വെച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. അതായത് സൊല്യൂഷൻസ് വിതൗട്ട് ഇൻവോൾവിംഗ് ഇൻസൈറ്റ്. ആ, അപ്പോ ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തായിരിക്കും? അനുഭവം തന്നെ വളരെ വ്യത്യസ്തമാണ്. ശരിയാണ്. ഈ അന്തർദൃഷ്ടി പരിഹാരം എന്ന് പറയുമ്പോൾ അതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നാണല്ലോ മനസ്സിൽ വരുന്നത്. അതെ. ഒരു കണക്ക് ചെയ്യും പോലെ സ്റ്റെപ്പ് കഴിയുന്തോറും ഉത്തരത്തോട് അടുക്കുന്നു എന്നൊരു തോന്നല് അതിതിലുണ്ടാവില്ല. കറക്റ്റ്, കൃത്യമായി പറഞ്ഞു. അവിടെയാണ് ഈ പഠനം ഒരു ചൂടുകൂടുന്ന അനുഭവം അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് വാംത്ത് എന്നൊരാശയം കൊണ്ടുവരുന്നത്. ഫീലിംഗ് ഓഫ് വാംത്ത് അതെന്താണ്? അതായത് ഈ പടിപടിയായി പരിഹാരം കാണുന്ന പ്രശ്നങ്ങളില്ലേ, നോൺ ഇൻസൈറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നവ. ആ, അതിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഞാൻ ഉത്തരത്തോട് അടുക്കുന്നുണ്ട് എന്നൊരു തോന്നല്, ഒരു ചൂട്, ഒരു ഫീലിംഗ് കൂടും. ഓക്കെ ഓക്കെ. എന്നാൽ അന്തർദൃഷ്ടി പ്രശ്നങ്ങളിൽ, ഇൻസൈറ്റ് പ്രോബ്ലംസില് ഉത്തരം കിട്ടുന്ന ആ നിമിഷം വരെ കാര്യമായ ഒരു പുരോഗതിയും ഫീൽ ചെയ്യില്ല. ഒരു തണുപ്പൻ മട്ടായിരിക്കും. ശരിയാണ്. നിങ്ങൾക്കെപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു, പക്ഷെ കിട്ടുന്നതിന് തൊട്ടുമുമ്പ് വരെ ഒരു ഐഡിയ ഉണ്ടായി കാണില്ല. ഉണ്ട്. അത് വളരെ പരിചിതമായൊരു അനുഭവമാണ്. അപ്പോൾ ഉത്തരത്തിലേക്ക് എത്തുന്നു എന്ന് തോന്നുന്നതിനെക്കുറിച്ചും തോന്നാതിരിക്കുന്നതിനെക്കുറിച്ചും ഈ പഠനം എന്താണ് പറയുന്നത്? അതാണ് മെറ്റാകോഗ്നിഷൻ. മെറ്റാകോഗ്നിഷൻ. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ചിന്താപ്രക്രിയകളെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു ബോധം, ഒരു വിലയിരുത്തൽ. ഓക്കെ, നമ്മുടെ ചിന്തയെപ്പറ്റിയുള്ള ചിന്ത. അതെ. ഇവിടെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പടിപടിയായ പ്രശ്നങ്ങളിൽ, നോൺ ഇൻസൈറ്റ് പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഈ മെറ്റാകോഗ്നിറ്റീവ് വിലയിരുത്തൽ, അതായത് ഞാൻ ഉത്തരത്തിനടുത്താണ് എന്ന തോന്നൽ, അത് മിക്കവാറും ശരിയാവാം. ശരി. എന്നാൽ അന്തർദൃഷ്ടി പ്രശ്നങ്ങളിൽ, ഈ ഇൻസൈറ്റ് പ്രോബ്ലംസിൽ ഇത് ചിലപ്പോൾ തെറ്റായിരിക്കാം. അതെന്താ അങ്ങനെ? കാരണം ആ ബൾബ് കത്തുന്ന നിമിഷം എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒന്നല്ല. അത് പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അതെ. അപ്പോ നിങ്ങൾക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴായിരിക്കാം ഒരുപക്ഷെ ആ ഉത്തരം തൊട്ടടുത്ത് നിൽക്കുന്നത്. കൊള്ളാം. അപ്പോ ഈ അന്തർദൃഷ്ടി അല്ലെങ്കിൽ ആ ആഹാ മൊമെന്റ് ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? തീർച്ചയായും. പഠനം പറയുന്നത് പലപ്പോഴും നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യം, ഒരു വിവരം, അതാ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രധാന തടസ്സം. അതായത് അറിവുണ്ട്, പക്ഷെ അതിവിടെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നില്ല. അതെ, ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ആ തിരിച്ചറിവില്ലായ്മയാണ് വില്ലൻ. ഇവിടെയാണ് സാഗസിറ്റി എന്നൊരു കഴിവിന് പ്രാധാന്യം വരുന്നത്. സാഗസിറ്റി. ഒരു സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചിലപ്പോൾ അത് അത്ര പ്രകടമായിരിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാനും അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പഴയ അറിവുകൾ ഓർത്തെടുക്കാനുമുള്ളൊരു കഴിവ്. ഓക്കെ. ഇത് വെറുതെ കുറേ കാര്യങ്ങൾ പഠിച്ചുവെക്കുന്നതിൽ നിന്ന്, ലേണിംഗിൽ നിന്ന് വ്യത്യസ്തമാണ്. സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആവശ്യമുള്ളത് മാത്രം വേർതിരിച്ചെടുക്കാനുമുള്ള ഒരു വിവേചന ശക്തിയാണ്. അപ്പൊ ഈ സാഗസിറ്റി കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ചിലപ്പോൾ ചെറിയ സൂചനകൾ, ഹിൻസ് കിട്ടുന്നത് ഈ കഴിവുപയോഗിക്കാൻ സഹായിച്ചേക്കാം. ആ സൂചന നമ്മളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാം. അതായത് നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മാത്രമല്ല, ആ പ്രശ്നം നമുക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതും പ്രധാനമാണല്ലേ? തീർച്ചയായും, വളരെ പ്രധാനമാണ്. വിവരങ്ങൾ നൽകുന്ന രീതി, ഇൻഫർമേഷൻ ഫോമാറ്റ്, അത് അന്തർദൃഷ്ടിയെ നന്നായി സ്വാധീനിക്കും. അതിങ്ങനെയാണ്. ഈ പഠനം പറയുന്നത് ഒരു പസിൽ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കടങ്കഥ പോലെ വിവരങ്ങൾ തന്നാൽ അത് ചിലപ്പോൾ അന്തർദൃഷ്ടിക്ക് കൂടുതൽ സഹായകമായേക്കാമെന്നാണ്. കാര്യങ്ങൾ നേരിട്ട് ഒരു പ്രസ്താവനയായി ഡിക്ലറേറ്റീവ് ഫോമാറ്റിൽ പറയുന്നതിനേക്കാൾ. ഒരു ഉദാഹരണം തരാമോ? പറയാം. ലേക്ക് എന്ന വാക്ക്, തടാകം. ഇത് കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് വെള്ളമുള്ള ഒരു തടാകമാണല്ലേ? അതെ. എന്നാൽ ഞാൻ ഇങ്ങനൊരു കടങ്കഥ പോലെ പറയുകയാണെന്ന് വെക്കുക. ഒരു കല്ല് ഒരു തടാകത്തിന്റെ ഉപരിതലത്തിൽ 3 മാസം അനങ്ങാതെ കടന്നു. അതിനുശേഷം അത് 10 മീറ്റർ താഴേക്ക് താണു. ഓക്കേ, അതെങ്ങനെ ശരിയാവും? കല്ല് പൊങ്ങിക്കിടക്കില്ലല്ലോ. അവിടെയാണ് ഇൻസൈറ്റ് വരേണ്ടത്. ഇവിടെ തടാകമെന്ന് പറഞ്ഞത് ഒരു ഉറഞ്ഞ തടാകം, ഒരു ഫ്രോസൺ ലേക്ക് ആകാം. ആഹാ, ശരിയാണ്. ഐസിന് മുകളിൽ കല്ലിരിക്കാം. അതെ, കല്ല് ഐസിന്റെ മുകളിൽ 3 മാസം ഇരുന്നു. പിന്നെ ഐസുരുകിയപ്പോ കല്ല് വെള്ളത്തിൽ 10 മീറ്റർ താഴേക്ക് പോയി.
കൊള്ളാം. അപ്പോ പ്രശ്നം അവതരിപ്പിച്ച രീതി കാരണം നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരു സാധ്യതയിലേക്കെത്തി. അതാണ് ആ കടങ്കഥാരൂപം നിങ്ങളുടെ ചിന്തയൊന്ന് വഴി മാറ്റിവിട്ടു. ഡിക്ലറേറ്റീവായി ഉറഞ്ഞ തടാകത്തിൽ ഒരു കല്ലിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലിക്കുണ്ടാവില്ല. വളരെ രസകരമായിരിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രശ്നപരിഹാരമെന്ന് പറയുന്നത് ഒരൊറ്റ രീതിയല്ല. അതിൽ തയ്യാറെടുപ്പ്, പ്രിപ്പറേഷനുണ്ട്, പരിഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കൽ, പ്രൊഡക്ഷനുണ്ട്, അതിനെ വിലയിരുത്തൽ, ഇവാലുവേഷനുണ്ട്. ഇതിൽ ചിലപ്പോൾ അന്തർദൃഷ്ടി വരാം, ചിലപ്പോൾ വരാതിരിക്കാം. ഇതൊരു സങ്കീർണമായ പ്രക്രിയയാണ്. അതെ. നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, അന്തർദൃഷ്ടി പരിഹാരങ്ങൾ പെട്ടെന്നും അപ്രതീക്ഷിതവുമാണ്. മറ്റുള്ളവ പടിപടിയായിട്ടാണ് വരുന്നത്. ശരി. സാഗസിറ്റി എന്ന കഴിവും പിന്നെ വിവരങ്ങൾ എങ്ങനെ നൽകിയിരിക്കുന്നു എന്നതും ആഹാ നിമിഷം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കും. അപ്പോ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇനി സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. അടുത്ത തവണ ഒരു പ്രശ്നത്തിൽ കുഴങ്ങി നിൽക്കുമ്പോൾ ആലോചിച്ചു നോക്കൂ. ഇതിനു വേണ്ടത് പടിപടിയായുള്ള ഒരു സമീപനമാണോ, അതോ തികച്ചും പുതിയൊരു കാഴ്ചപ്പാട്, ഒരു ഇൻസൈറ്റ് ആണോ? ഒരുപക്ഷേ ആ പ്രശ്നം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട രീതിയൊന്ന് മാറ്റി ചിന്തിച്ചാൽ ഉത്തരം കിട്ടിയേക്കുമോ? നല്ല ചോദ്യമാണ്. ഇത് നിങ്ങളുടെ ചിന്തയെ എങ്ങനെ മാറ്റുമെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്.